ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പേപ്പർ ഫ്ലവർ ആണ് ചെയ്യുന്നത്. കാർഡ്ബോർഡ് പീസിൽ ഫ്ലവറിന്റെ ഇതളിന്റെ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വെച്ച് ഒരു 5 ഇതൾ നമുക്ക് ഇതിൽ വരച്ചെടുക്കണം. ഇതുപോലെ നമ്മൾ അതിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ ഇതളിലും വൈറ്റ് പേപ്പർ ഒട്ടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ വരച്ച് വെച്ചിട്ടുള്ള ഇതളിലേക്ക് നമുക്ക് ഒട്ടിച്ചെടുക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വരച്ച് വെച്ചിട്ടുള്ള അതിലേക്ക് നമുക്കിത് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെയാണ് നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പം നമ്മൾ വരച്ചിട്ടുള്ള എല്ലാ ഇതളിലും നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. അതെല്ലാം നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ ഇതളുകളും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ ഇതാ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓരോ ഇതളിന്റെയും ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബോട്ടിൽ ആർട്ടിന് വേണ്ടി നമുക്കൊരു ചാനലുണ്ട്. ആ ഒരു ചാനലിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. എല്ലാ ഇതളുകളും നമ്മൾ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ ഇതളിലും ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. ഇനി നമ്മൾ ഈ ഒരു ഇതളിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. ഇപ്പൊ നമ്മുടെ ഫ്ലവർ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കത്രിക ഉപയോഗിച്ച് ഇതളുകളെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തണ്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് ചുരുട്ടിയെടുക്കാം. ഇനി നമ്മൾ ചുരുട്ടിയെടുത്തിട്ടുള്ള ഇതിലേക്ക് നമുക്ക് ആ ഫ്ലവർ ഒട്ടിച്ചെടുക്കണം. അപ്പം നമ്മൾ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഫ്ലവർ അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ഒട്ടിച്ചെടുക്കാനുള്ള ഇലകൾ കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ ഇലകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കൂടെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇലകളെല്ലാം വളഞ്ഞു നിൽക്കാൻ വേണ്ടി നമ്മൾ കത്രിക ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. എല്ലാ ഇലകളും നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ വുളൻ ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഫ്ലവറിന്റെ സെന്ററിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ 2 ഫ്ലവറും കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള പൂക്കളുടെ തണ്ടുകളെല്ലാം ചേർത്തൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പൊ ഇതാ ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ സിമ്പിളായി പേപ്പർ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.